ഹംന ഉണ്ട് 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 കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹംന എന്നെ കാണുന്നുണ്ടോ? ഹംന കാണാൻ പറ്റുന്നുണ്ടോ? കുട്ടിയെന്ന് ഇന്നൊന്നും പറയാത്ത നിനക്കെല്ലാം കാണണ്ടല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് എന്ത് ചെയ്യുക, നമ്മൾ അക്കൗണ്ട്സിൽ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു റൂളാണ് IAS2 ഇൻവെന്ററീസ്. ഓക്കെ, IAS2 ഇൻവെന്ററീസ്. ഈ IASന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അത്രേ ഉള്ളൂ. അത് ഫസ്റ്റത്തെ 2 റെക്കോർഡിങ്സ് കണ്ടതിന് ഞാൻ മനസ്സിലാവും. ഓക്കെ, ഇന്നലത്തെ കണ്ടായിരുന്നു? അത് കണ്ടായിരുന്നു, ഫുള്ളും കണ്ടില്ല. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിലാണ് ഇത് വരുന്നത്. സെക്കൻഡ് ചാപ്റ്റർ ഏകദേശം 1 hour 38 minutes ആണ് എന്തോ ഉള്ളൂ. അപ്പൊ കണ്ടോ? ഓക്കെ, ഇപ്പൊ നോക്കാം. IAS2 ഇൻവെന്ററിനെ നമ്മൾ 3ആയിട്ട് തിരിക്കും. നമ്മളൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ഉണ്ടാവും. ഒന്നാമത്തത് എന്താ? റോ മെറ്റീരിയൽസ് അല്ലെ. ഒരു പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റോ മെറ്റീരിയൽസ് വേണം. പർദ്ദ ആക്കണമെങ്കിൽ എന്ത് വേണം? പർദ്ദന്റെ ക്ലോത്ത് ആദ്യം നമുക്ക് വേണം അല്ലെ. അപ്പൊ ആ പർദ്ദന്റെ ക്ലോത്ത് ആണ് റോ മെറ്റീരിയൽസ്. ക്ലിയർ അല്ലേ? ഇനി വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മള് ഹംന, എന്റെ സൗണ്ട് ഓഡിബിൾ അല്ലേ? എടാ, സൗണ്ട് ഓഡിബിൾ അല്ലേ? നീ ഓഡിയോ ഓഫ് ആക്കൊന്നും വേണ്ട, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ നിന്റെ വീഡിയോ ഓൺ ആക്കിപ്പിക്കും ഞാൻ. ഓക്കെ, അപ്പൊ റോ മെറ്റീരിയൽസ് എന്താണ്? പർദ്ദന്റെ കേസിൽ പർദ്ദന്റെ ക്ലോത്ത് അല്ലെ. പിന്നെ വരുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്ന പർദ്ദയാണെന്ന് വെച്ചിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്? വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഇനിയിപ്പോ നമ്മൾ പർദ്ദയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിനെന്താ പറയാ? ഫിനിഷ്ഡ് ഗുഡ്സ്. സിമ്പിൾ. ഓക്കെ, അപ്പൊ ഈ തരത്തിൽ നോക്കുന്നതാണെങ്കിൽ ബിസിനസ് 2 രീതിയിലുണ്ട്. ബിസിനസ് എന്തുണ്ട്? 2 രീതിയിലുണ്ട്. ഒരു ബിസിനസ് എന്താണ്? ട്രേഡിംഗ് ബിസിനസ് ആണ്. ഒരു ബിസിനസ് എന്താണ്? മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. ഓക്കെ, ആസ് ഫാർ ആസ് ട്രേഡിംഗ് ബിസിനസ് ഇസ് കൺസേൺ, അവരെന്താണ് ഡീൽ ചെയ്യുക? ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളെ കാറ് അല്ലെ, കാറൊക്കെ എന്താണ്? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അവിടെ കിടപ്പുണ്ട്, നമ്മൾ അവിടെ നിന്ന് പോയിട്ടാണ് വാങ്ങുന്നത് അല്ലെ. മാനുഫാക്ചറിങ് ചെയ്യുന്ന വേറൊരു ഏരിയ ആണ് അല്ലെ. കാറൊക്കെ എന്താണ്? ഫ്രീലാൻസിങ് ആണ്. ഇപ്പൊ നിസാൻ മോട്ടോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും ഇവിടെ, വേറെ ഏതെങ്കിലും പേരില്, വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ, ഇവിടുത്തെ കമ്പനിയുടെ പേരിൽ. ദാറ്റ് ഡസൻ മീൻ നിസാൻ മോട്ടോഴ്സ് ആണ് അത് ഓൺ ചെയ്യുന്നത് അല്ലെ. ഫ്രാഞ്ചൈസിങ് ആണ് ബേസിക്കലി. എന്താണ്? അവരുടെ ഓണേഴ്സിന്റെ അടുത്ത് നിന്ന് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ഷോപ്പ് ഇവിടെ തുടങ്ങുക. അപ്പൊ ഓണേഴ്സ് ആണ് എന്ത് ചെയ്യുക? മാനുഫാക്ചറിങ് ചെയ്യുന്നത്. അപ്പൊ ഓണേഴ്സിനെ നമുക്ക് എന്ത് പറയാം? മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയാം അല്ലെ. കാർ ഉണ്ടാക്കുന്നവരെ നമുക്ക് എന്ത് പറയാം? മാനുഫാക്ചറിങ് ബിസിനസ് എന്ന് പറയാം. പർദ്ദന്റെ എക്സാമ്പിൾ അല്ല എടുത്ത, പർദ്ദന്റെ എക്സാമ്പിൾ തന്നെ പറയാം. പർദ്ദ അടിച്ചിട്ട് വിൽക്കുന്ന ഒരു ഷോപ്പ്, അടിച്ചു കഴിഞ്ഞിട്ട് റെഡിമെയ്ഡ് ആയിട്ട് വിൽക്കുന്ന ഷോപ്പിനെയാണ് എന്താ പറയുന്നത്? ട്രേഡിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അവിടെ പർദ്ദ അടിക്കുന്നൊന്നുമില്ല, ഓൾറെഡി ഉള്ള പർദ്ദ എന്ത് ചെയ്യും? നമുക്ക് തരും. സപ്പോസ് നമ്മൾ പർദ്ദ അടിക്കുന്ന ഒരു ഷോപ്പ്, അതായത് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് അവര് തന്നെ അടിച്ച് അവര് തന്നെ തരുവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെന്താ പറയാ? മാനുഫാക്ചറിങ് ബിസിനസ് എന്നാ പറയാം. ഓക്കെ, അതായത് A to Z പണി നടക്കുന്നത് ഒരു ഷോപ്പിൽ നിന്നാണെങ്കിൽ, ഒരു സ്പോട്ടിൽ നിന്നാണെങ്കിൽ അതെന്താണ്? മാനുഫാക്ചറിങ് ബിസിനസ് ആണ്. ഓൾറെഡി ചെയ്ത കാര്യം ജസ്റ്റ് സെല്ല് ചെയ്യുന്ന ഉള്ളൂ എങ്കിൽ അതെന്താണ്? ട്രേഡിംഗ് ബിസിനസ് ആണ്. ഡൗട്ട്സ് ഇല്ലല്ലോ? ഇനി IAS2, അതായത് റൂൾ ബുക്കില്, റൂൾ ബുക്ക് ഏതാണെന്ന് പറഞ്ഞേ? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെ. റൂൾ ബുക്ക് ഏതാണ്? റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെ. എന്താടോ പെണ്ണ് പറ്റുന്നില്ലല്ലോ? അതന്നെ ഞാനും നോക്കുന്നു. പെണ്ണിന്റെ മുകളിൽ കച്ചറ ഉണ്ടാവും. പെണ്ണ് താഴ്ന്നിട്ടുണ്ടാവും ആണെങ്കിലും അതിന്റെ നിപ്പ് മാറ്റാനായിട്ടുണ്ടാവും. ആപ്പിൾ ആയാലും ഒരു ലിമിറ്റ് ഇല്ലേ? ശരിയാണെട്ടാ.
ഇതായി ഫുള്ള് പോളിഷ് ചെയ്യുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഇനി IS2 പറയാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് മെജർ ചെയ്യേണ്ടത്. ഇനീഷ്യൽ മെജർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തെ മെജർമെന്റ്. ഇനീഷ്യൽ മെജർമെന്റ് എന്താണ്? ഒരു സാധനം നമ്മൾ ഫസ്റ്റിൽ മെഷർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഇനീഷ്യൽ മെജർമെന്റ് എന്ന് പറയുന്നത്. ഈ PDF മിസ്റ്റേക്സ് ഉണ്ടാവും കേട്ടോ. ഞാൻ റിട്ടേൺ ആയിട്ട് ചെയ്ത ഡോക്യുമെന്റ് ആണ്, അതായത് ടൈപ്പ് ചെയ്തത്. അപ്പൊ എവിടെയെങ്കിലും എന്തെങ്കിലുമായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവും. എനിക്ക് കുറച്ച് ചെറുങ്ങനെ സ്പെല്ലിങ്ങിന് പ്രശ്നമുണ്ട്. ഓക്കെ, ഇൻവെന്ററി ഇതേതാ ചാപ്റ്റർ? ഓക്കെ, അപ്പൊ ഇനീഷ്യലി എന്ന് വെച്ചാൽ ഒരു ഇൻവെന്ററിന്റെ തുടക്കം നമ്മൾ എങ്ങനെ മെഷർ ചെയ്യാം, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് വെച്ചിട്ടാണ്. എന്താണ്? കോസ്റ്റ് ഓഫ് സെയിൽസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഇനീഷ്യൽ മെജർമെന്റ് നമ്മൾ ചെയ്യുക. കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പണിംഗ് ഇൻവെന്ററി. തപാനം ശ്രദ്ധിച്ചേ. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പർദ്ദന്റെ ക്ലോത്ത് വാങ്ങും, അതിന് എന്തായാലും നമ്മളൊരു കോസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഇനിയിപ്പം അതേ പർദ്ദന്റെ ക്ലോത്ത് നമ്മൾ ഇയർ എൻഡ് വരെ എത്തിച്ചു, ഇക്കൊല്ലം മൊത്തം ഉപയോഗിച്ചു, അടുത്ത കൊല്ലം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ സ്റ്റോക്ക് അടക്കം നമ്മുടെ കയ്യിലുണ്ടാവില്ലേ? നമ്മൾ ജോടോ ഇല്ല, അത് കയ്യിലുണ്ടാവും അല്ലെ? അപ്പൊ അതും വീണ്ടും നമ്മൾ പർദ്ദന്റെ ക്ലോത്ത് വാങ്ങൂലേ, പെർച്ചേസസ്, അതും. ഓക്കെ, പിന്നെന്താണ്? ഇയർ എൻഡിൽ ഒരു സംഭവം ഉണ്ടാവും ബാക്കി, അതും. ഇത് മൂന്നും ഒന്നിച്ചതാണ് കോസ്റ്റ് ഓഫ് സെയിൽസ്. മനസ്സിലായോ? ഓൾറെഡി ഉള്ള ഇൻവെന്ററി പ്ലസ് നമ്മൾ പുതിയതായിട്ട് വാങ്ങുന്ന പെർച്ചേസസ് മൈനസ് എന്താണ്? ഇയർ എൻഡിൽ ഉണ്ടാവുന്ന സ്റ്റോക്ക്. അപ്പൊ എന്താണ്? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലിയർ അല്ലേ? അതാണ് COS. അപ്പൊ ഇനീഷ്യൽ മെജർമെന്റ് അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഇയർ തുടങ്ങിയപ്പാടെ ഉള്ള മെജർമെന്റ് എപ്പോഴും എന്തിലാണ്? കോസ്റ്റ് ഓഫ് സെയിൽസിലാണ്. ക്ലിയർ അല്ലേ? ഇനി ട്രേഡിങ്ങിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താണ്? ആ ഗുഡ്സ് വെയർ ഹൗസിൽ എത്തുന്ന വരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെലവായിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ COS എടുക്കും. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മള് കേരളത്തിലുള്ള ഒരു ഷോപ്പാണ്, നമ്മൾ പർദ്ദന്റെ ക്ലോത്ത് കൊണ്ടുവരുന്നത് ഡൽഹിയിൽ നിന്നാന്ന് വിചാരിക്കാം. അപ്പൊ ഡൽഹിയിൽ നിന്ന് അത് നമ്മളടുത്ത് എത്തുന്ന വരെ നമുക്ക് ട്രാവലിംഗ് കോസ്റ്റ് ഉണ്ടാവും, ഹാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ടാവും, ലോഡ് ഇറക്കുന്നതും കയറ്റുന്ന കോസ്റ്റും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? അതിന്റെ കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാവും? ഇല്ല, നഷ്ടമാണ് ഉണ്ടാവുക. ക്ലിയർ? പിന്നെ മാനുഫാക്ചറിങ് ബിസിനസിന്റെ കേസിലാണെങ്കിൽ എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നതാ അല്ലെ? അപ്പൊ എല്ലാ മാനുഫാക്ചറിങ് റിലേറ്റഡ് എക്സ്പെൻസസും നമ്മൾ എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ചെയ്യും. അതായത് ആ റോ മെറ്റീരിയൽ തൊട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുന്ന വരെ നമുക്ക് എന്തൊക്കെ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടും. ക്ലിയർ അല്ലേ? COS ഉണ്ടാവും. ഇത്രയും ക്ലിയർ അല്ലേ? അടുത്തത് ഇയർ എൻഡ് മെജർമെന്റ് ആണ്. ഇയർ എൻഡിൽ എന്താണ്? ഇയർ എൻഡിൽ നമുക്കൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഫസ്റ്റ് പറയുന്നത്. റൂള് കേട്ടിട്ട് നിങ്ങൾ എന്താ പേടിച്ചോണ്ടാ? റൂളാണ് ഫസ്റ്റ് പറയുന്നത്. റൂൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞാൻ റൂള് പറഞ്ഞുതരും. ഇയർ എൻഡില് നമ്മൾ ഇൻവെന്ററി മെഷർ ചെയ്യുന്നത് ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എന്നാണ്. റൂൾ എന്താണ്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. റൂൾ ഇത് തന്നെയാണ്. റൂൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ക്ലോസിംഗ് ഇൻവെന്ററി അല്ലെങ്കിൽ ഇൻവെന്ററി അറ്റ് ദ ഇയർ എൻഡിലെ റൂൾ എന്താണ്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. എന്താ പറയാ? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അതില് ലോവർ ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം, അതായത് ശ്രദ്ധിച്ചേക്കാം, സപ്പോസ് നമ്മള് ഇനീഷ്യൽ മെഷർമെന്റ് ആ ഒരു ഇൻവെന്ററിനെ എടുത്ത എമൗണ്ട് 1000 ആണെന്ന് വിചാരിക്കാം. ഇനീഷ്യൽ മെഷർമെന്റ് എത്രയായിരുന്നു? 1000. അതായത് COS 1000 ആണെന്ന് വിചാരിക്കാം. നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇയർ എൻഡിൽ അതിനെ മെഷർ ചെയ്യണം. എന്തായാലും സെയിം ആയിരിക്കൂല, കാരണം ഇയർ എൻഡ് ആകുമ്പോഴത്തേക്ക് എന്താവും? അതിന് കുറച്ച് കേടുപാടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആ സാധനം കുറച്ച് ഔട്ട്ഡേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ എന്തും സംഭവിക്കാം. അപ്പൊ ഇയർ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി അതിനെ വാല്യൂ ചെയ്യും. ആ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എമൗണ്ട്സ് വേണം. ഒരു എമൗണ്ട് കോസ്റ്റ് ആണ്. കോസ്റ്റ് എത്രയാ? 1000. ഒരു എമൗണ്ടിന് നമ്മൾ പറയാ NRV എന്നാണ്. NRVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. എന്താണ് നെറ്റ് റിയലൈസബിൾ വാല്യൂ? എന്താണ് ഈ റിയലൈസബിൾ വാല്യൂ? റിയലൈസബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസബിൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സാധനം വിൽക്കുമ്പോൾ നമുക്കൊരു പൈസ കിട്ടൂലേ? അതിനാണ് റിയലൈസിങ് എന്ന് പറയുന്നത്. ഞാൻ ഈ പെന്ന്, ആപ്പിൾ പെൻസിൽ ഞാൻ 2 കൊല്ലം യൂസ് ചെയ്തിട്ട് വിൽക്കുവാണ്. ഈ വിൽക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടാവില്ലേ? അതിനാണ് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതേപോലെ ഈ
1000 രൂപക്ക് അല്ലെങ്കിൽ $1000 നമ്മളെ കയ്യിലുള്ള സ്റ്റോക്ക് നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ എത്ര പൈസ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമോ അത് നെറ്റ് ആയിരിക്കണേ. അതായത് വിൽക്കുമ്പോൾ നമുക്ക് സർട്ടൻ കോസ്റ്റ് ഉണ്ടാവും. ചിലപ്പോ ഞാൻ പറയും എന്താണ് എന്റെ ഫ്രണ്ടിനെ എടുത്തിട്ടു, ഇത് നീ വിറ്റരാണെങ്കിൽ 500 കിട്ടുന്നതിൽ 500 ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് തരും, അതെന്റെ സെല്ലിംഗ് കോസ്റ്റാണ്. ക്ലിയർ? അപ്പൊ നെറ്റ് റിയലൈസബിൾ വാല്യൂ എന്താ? 4000 ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ ആ 500 കഴിച്ചിട്ടുള്ള 3500 ആയിരിക്കും എന്ത് നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഇവിടെ എക്സാമ്പിൾ പറയാണ് 1000 ആണ് ഗുഡ്സ് അല്ലെ, പക്ഷെ നമുക്ക് വിൽക്കുമ്പോൾ 950 കിട്ടുള്ളൂ, പക്ഷെ 50 ബ്രോക്കറേജ് ഫീ ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളെ കയ്യിൽ കിട്ടുന്ന വാല്യൂ എത്രയേ ഉള്ളൂ? 900. ക്ലിയർ? ഇത് മനസ്സിലായിനാ? എന്തേ ബ്രോക്കറേജ് ഫീ എന്ന് വെച്ചാൽ നമ്മളൊരു ബ്രോക്കറിനെ നടുക്കിട്ട് വിൽക്കാൻ വേണ്ടിട്ട്, വെറുതെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. ബ്രോക്കർ ആരാന്ന് അറിയില്ലേ? ഇന്റർമീഡിയറി. യാ അത്രന്നെ. ആ ശരിയാ, നീ എക്കണോമിക്സ് പഠിച്ചിട്ട് അങ്ങനത്തെ എല്ലാം അറിയാം. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂസ് നമ്മളെ കയ്യിലുണ്ട് ഇപ്പൊ. ഒന്ന് നമ്മൾ ഇനീഷ്യലി മെജർ ചെയ്ത കോസ്റ്റ്, രണ്ടാമത്തെ എന്താ NRV അല്ലെ. ഇനിയാണ് നമ്മള് ഡിസിഷൻ റൂള്. ഇതിൽ ഏതാണോ കുറവ് അതാണ് ഇയർ ഇൻ ബാലൻസ്. മനസ്സിലായ? അപ്പൊ ഇതിൽ ഏതാ കുറവ്? ഹെഡിങ് നോക്കിട്ട് പറ. NRV അല്ലെ, NRV അല്ലേ കുറവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 900 എഴുതും. മനസ്സിലായ? അപ്പൊ ഇതിലെ ഇനീഷ്യൽ മെജർമെന്റ് എത്രയാണ്? 1000 ആണ്. ഇയർ എൻഡ് മെജർമെന്റ് എത്രയാണ്? 900 ആണ്. ഇതിനെ നമ്മൾക്ക് എന്തും പറയാം. ഓപ്പണിംഗ് ഇൻവെന്ററി 1000 ആണ്, ക്ലോസിംഗ് ഇൻവെന്ററി എന്താണ്? 900 ആണെന്ന് പറയാം. അണ്ടർസ്റ്റുഡ് എവ്രിവൺ? മൂന്നാക്ക് മനസ്സിലായിനാ? സബാന ഡൗട്ട് ഉണ്ടോ? ആ, ഇയർ എൻഡ് മെജർമെന്റ് ചെറിയ എമൗണ്ട്, പക്ഷെ കമ്പയർ ചെയ്യണം. കോസ്റ്റും NRV ആയിട്ട് കമ്പയർ ചെയ്യണം. ഇനീഷ്യൽ ആണ്. സപ്പോസ് നമുക്ക് കിട്ടിയത്, സപ്പോസ് നമുക്ക് ഇത് 1500 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ഇതിൽ ഏതാണ് ലോവർ? കോസ്റ്റ് ആണ്. അപ്പൊ ഇയർ ആൻഡ് മെജർമെന്റും 1000 തന്നെ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV ആണ്. സോറി, ശ്രദ്ധിച്ചേക്കാ, അത് ഞാൻ തിരുത്തുന്നുണ്ടേ. ഇയർ എൻഡിൽ ഇങ്ങനെയാണ് വിചാരിക്കാം. കോസ്റ്റ് NRV, കോസ്റ്റ് NRV എത്ര? കോസ്റ്റ് എത്രയാണ്? 1000 ആണ്. NRV എത്രയാ? 1500 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കോസ്റ്റ് എടുത്തു കഴിഞ്ഞാല് കോസ്റ്റ് എന്നുള്ള ആസ്പെക്റ്റിൽ അത് റെഡിയാ, കറക്റ്റ് ആണ്. ക്ലിയർ? പക്ഷെ വിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി എത്ര കിട്ടും? 1500 കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് ലോവർ ഓഫ് കോസ്റ്റ് എല്ലാം എടുക്കുക, പിന്നെന്താണ് എടുക്കുക? NRV ആണ് എടുക്കുക. കാരണം ആ കമ്മോഡിറ്റിന്റെ പ്രൈസ് എത്രയാണ്? 1500 നമുക്ക് വിൽക്കുമ്പോൾ കിട്ടും. അപ്പൊ 1500 നമ്മൾ എടുക്കും. സപ്പോസ് പിറ്റത്തെ കൊല്ലായി, നെക്സ്റ്റ് ഇയർ ആയേ, നെക്സ്റ്റ് ഇയർ മനസ്സിലായി. അതന്നെ പറയാൻ ഒന്നും കൂടി പറഞ്ഞാലേ മനസ്സിലാവും. നെക്സ്റ്റ് ഇയർ ആയി, ഇപ്പൊ നമ്മൾ ഇതെടുത്ത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതെടുത്തു. ഇക്കൊല്ലം നമ്മൾ ഇതെടുത്തേ. അപ്പൊ നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ് എത്രയാ? 1500 അല്ലെ. ക്ലോസിംഗ് ബാലൻസ് ആണ് നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് ബാലൻസ്. സപ്പോസ് ഇക്കൊല്ലം നമ്മൾ വീണ്ടും NRV നോക്കി, കോസ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ. നമ്മൾ നോക്കിയ സമയത്ത് അതിന് 900 ഉള്ളൂ. ഓക്കെ, നമ്മൾ നോക്കിയ സമയത്ത് ഒരു മിനിറ്റ്, കോസ്റ്റ് 1000 തന്നെയാണ്. കോസ്റ്റ് 1000 തന്നെയാണെന്ന് വിചാരിക്കുക, കാരണം നമ്മൾ ഇനീഷ്യലി എടുത്തത് 1000 ആണ്. ഇയർ ആൻഡ് ബാലൻസ് എത്രയാണ്? 900 അല്ലെങ്കിൽ NRV നമ്മൾ നോക്കിയ സമയത്ത് 850 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതില് ലോവർ ഏതാ? NRV. അപ്പൊ NRV തന്നെ വീണ്ടും കൊടുക്കും. മനസ്സിലായോ? ഏതാണോ ലോവർ അത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്തിട്ട് എടുത്തോണ്ടേ നിൽക്കും. ക്ലിയർ? ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോ തരും. 1500 ആണ് വേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണെങ്കിൽ. ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലല്ലോ പറയുന്നത്, കോസ്റ്റ് തന്നെയാ പറയുന്നത്. അടുത്ത കൊല്ലാണ്, പക്ഷെ ഓപ്പണിംഗ് ഇൻവെന്ററിന്റെ വാല്യൂ ആണോ ചോദിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവാം, കോസ്റ്റ് ഓർ ഓപ്പണിംഗ് ഇൻവെന്ററി എന്നല്ല ഉണ്ടാവാം. ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് നിങ്ങൾ എന്താ നോക്കേണ്ടത്? കോസ്റ്റ് ആണ് നോക്കേണ്ടതെന്ന് ക്ലിയർലി എന്ത് ചെയ്യുന്നുണ്ട്? റൂള് പറയുന്നുണ്ട്. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. പക്ഷെ NRV അങ്ങനെ കൂടുക ശരിക്കും? പിന്നെ ചിലതിൽ കൂടും. ഗോൾഡിന്റെ കേസിൽ കൂടൂലേ? NRV ഗോൾഡിന്റെ കേസിൽ കൂടൂല?
സാഫ്രന്റെ കേസിൽ കൂടും ഇല്ലേ? പക്ഷെ ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ് ആണെങ്കിൽ കുറയും. ഇപ്പൊ ഞാനിത് മേടിച്ച പൈസ ഒക്കെ ആയിരിക്കൂല ഞാൻ തിരിച്ചു വിൽക്കുക, നല്ലോണം കുറഞ്ഞിട്ടായിരിക്കും വിൽക്കുക അല്ലെ? പക്ഷെ അതേസമയം എന്റെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, ഞാനത് വിൽക്കുമ്പോ എനിക്ക് കോസ്റ്റ് തന്നെ വിൽക്കണം എന്നുണ്ട ഇല്ല, എനിക്ക് എന്ത് ചെയ്യും, ചിലപ്പോ ഇരട്ടി പൈസ കിട്ടും അല്ലെ? അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെയിം തന്നെയാണ് കേട്ടോ. ഇനി മെത്തേഡ്സ് ആണ് പറയുന്നത്, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻവെന്ററി. ഇത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എന്നുള്ള റൂള് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ഓക്കെ, ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ NRV എന്നുള്ള റൂൾ എന്ത് ചെയ്താൽ മതി, മനസ്സിൽ ആലോചിച്ചാൽ മതി. ഓക്കെ, എന്താ കുട്ടിയെ? ഓക്കെ, ശ്രദ്ധിക്കാ, ഇത് പറയണ്ടല്ലോ, ജസ്റ്റ് തപാനൊക്കെ പറഞ്ഞതാ. റവന്യൂന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ആക്കും. റവന്യൂ ഇവിടെ ഉണ്ട്, റവന്യൂന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് മൈനസ് ആക്കി നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇത് ഞാന് 12,000 വാങ്ങി, ഇതാണ് എന്താ എന്റെ കോസ്റ്റ് അല്ലെ? ഇത് ഞാൻ എന്ത് ചെയ്തു, 15,000 വിറ്റു, വെറുതെ വിചാരിക്കാം, കിട്ടൂല പക്ഷെ വെറുതെ വിചാരിക്കാം, 15,000 ഞാൻ വിറ്റ്. അപ്പൊ എനിക്ക് എത്ര ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, 3,000. അപ്പൊ 13,000 ആണ്, സോറി 15,000 ആണ് എന്ത് എന്റെ റവന്യൂ, 12,000 എന്റെ കോസ്റ്റ് അല്ലെ? നമ്മള് നെഗറ്റീവ് എമൗണ്ട്സ് എപ്പോഴും ബ്രാക്കറ്റിൽ ഇടാൻ -12,000 എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ കിട്ടുന്നത് ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്, 3,000. ക്ലിയർ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി കുറെ മെത്തേഡ്സ് ഉണ്ട് ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ഇൻവെന്ററി. 3 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട്. ഒന്ന് യൂണിറ്റ് കോസ്റ്റ്, കോസ്റ്റ് എത്രയാണോ നമ്മൾ ഇനീഷ്യലി വാങ്ങിയത് ആ യൂണിറ്റ് കോസ്റ്റിൽ തന്നെ എന്ത് ചെയ്യും, നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. COS ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ കോസ്റ്റ് എന്താണോ അത് മാത്രം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് $2 per യൂണിറ്റിനെ വാങ്ങിയെങ്കിൽ ആ $2 per യൂണിറ്റ് തന്നെ കോസ്റ്റ് എടുക്കും. അതിനാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യൂല, ഏതാ ഫസ്റ്റ് വാങ്ങി ഏതാ ലാസ്റ്റ് വാങ്ങി അങ്ങനൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇനീഷ്യലി നമ്മൾ എത്രക്കാണോ വാങ്ങിയ എല്ലാത്തിനും യൂണിറ്റ് കോസ്റ്റ് എന്താണ്, അതാണ്. അതിനാണ് എന്ത് പറയുന്നത്, യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, only used when items of inventory are individually distinguishable and are of high value. ഓരോ ഇൻവെന്ററിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് പറയാൻ പറ്റും ഇതിന് ഇത്ര എമൗണ്ട് ആണ് ആയത്. ആ ഒരു കേസിൽ മാത്രമാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റ് എടുക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ ക്രോക്കറി പാലസ് ഒക്കെ, അതിന് ഓരോ ഐറ്റത്തിനും ഓരോ റേറ്റ് ആയിരിക്കും അല്ലെ? അതിന്റെ യൂണിറ്റ് കോസ്റ്റ് അത്രയായിരിക്കും. അത് ആ സെറ്റിൽ നിന്ന് ഇപ്പൊ ഒരു പ്ലേറ്റ് സെറ്റ്, സാധാ പ്ലേറ്റ്, ഡിന്നർ പ്ലേറ്റ്, ആ ഒരു സെറ്റിൽ നിന്ന് നിങ്ങൾ എന്തെടുത്താലും സെയിം കോസ്റ്റ് ആയിരിക്കും അല്ലെ? കാരണം അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് സെയിം ആണ്. സപ്പോസ് ഇപ്പുറത്ത് എന്തുണ്ട്, ഒരു ഗ്ലാസ് ഉണ്ട്, ഗ്ലാസിനൊക്കെ എന്തായിരിക്കും, വേറെ യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കും. അപ്പൊ ഓരോ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെപ്പറേറ്റ് ഔട്ട് ആയിട്ട് യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കേസിലാണെങ്കിൽ ഓരോ യൂണിറ്റ് കോസ്റ്റ് പെർ പ്രോഡക്റ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കണേ, അടുത്ത പേര് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഏതാണോ ഫസ്റ്റ് ഇൻവെന്ററി, ഫസ്റ്റ് റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിയത് അതാണ് എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റ് പുറത്തേക്ക് കൊടുക്കുക. ഏതാണോ ഇൻവെന്ററി നമ്മൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക. അതിനാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. ആരാണോ ഫസ്റ്റ് വന്നത് അയാൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഈ ഒരു കേസിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, റോ മെറ്റീരിയൽസിന്റെ എമൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം ഫസ്റ്റ് വാങ്ങിയ ഇൻവെന്ററിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് വാങ്ങിയ റോ മെറ്റീരിയൽസിന്റെ പൈസ ആയിരിക്കില്ല പിന്നീട് വാങ്ങിയ റോ മെറ്റീരിയൽസിന്റെ പൈസ അല്ലെ? സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡേറ്റ് എന്ത് മാറും, യൂണിറ്റ് കോസ്റ്റ് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇല്ല, ഇതിപ്പോ ഇതിന്റെ ഒരു പ്ലേറ്റ് ഇല്ല, പ്ലേറ്റ് ഒരു പ്ലേറ്റിന്റെ സെറ്റ്, വൈറ്റ് പ്ലേറ്റിന്റെ റൗണ്ട് പ്ലേറ്റിന്റെ ഒരു സെറ്റ് 3 മാസം കഴിഞ്ഞിട്ട് വാങ്ങിയാലും 4 മാസം കഴിഞ്ഞിട്ട് വാങ്ങിയാലും അല്ലെങ്കിൽ 4 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വിറ്റാലും അതിന് സെയിം റേറ്റ് തന്നെ ആയിരിക്കും ഓരോ പ്ലേറ്റിനും. മനസ്സിലായ? റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങുന്നിടത്തുനിന്ന് സെയിം റേറ്റിനാണ് തരിക, നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, സെയിം റേറ്റിന് തന്നെ കൊടുക്കും.
പക്ഷേ ഇവിടുത്തെ കേസ് എന്താ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈം ലൈൻ എന്ത് മാറും, കോസ്റ്റ് ഓഫ് യൂണിറ്റ് മാറും. ഇത് ഏറ്റവും ആപ്ലിക്കബിൾ കൺസ്ട്രക്ഷൻ യൂണിറ്റ്സിനാണ്. നമ്മൾ ഇക്കൊല്ലം ഒരു ചാക്ക് സിമെന്റ് വാങ്ങിയെന്ന് വിചാരിക്കാം, നെക്സ്റ്റ് ഇയർ സെയിം റേറ്റ് ആയിരിക്കില്ല. മനസ്സിലായി? ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. കൂലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേ. ഈവൻ ഗോൾഡ് അല്ലെ, നമ്മളൊരു ഗോൾഡ് ബിസിനസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതായത് ഫസ്റ്റത്തെ ഇൻവെന്ററിയുടെ പൈസ ഇട്ടിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ എമൗണ്ട് എപ്പോഴും യൂണിറ്റ് കോസ്റ്റ് സെയിം ആയിരിക്കും. അതായത് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് ആണ് ഗോൾഡിന് ആപ്ലിക്കബിൾ ആവുക. കാരണം എന്താ, ഹൈ വാല്യൂ അസറ്റ് ആണ്. മനസ്സിലായോ? നേരെ മറിച്ചിട്ട് സപ്പോസ് നമുക്ക് ഒരു ഫാഷൻ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓൾഡ് സ്റ്റോക്ക് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വേഗം വിൽക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെ, സെയിം റേറ്റിനാണോ വിൽക്കുക? അല്ല, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് കോസ്റ്റ് മാറ്റും. ക്ലിയർ അല്ലേ? അതൊക്കെ ഫിഫോ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അടുത്തത് ആവ്കോ, ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ആവറേജ് കോസ്റ്റ് മെത്തേഡിൽ ഫിഫോയിൽ തന്നെയാണ് ലിഫോവും പഠിക്കട്ടെ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് ലാസ്റ്റത്തെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും, ലാസ്റ്റത്തെ ഇൻവെന്ററി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കൊടുക്കും. ഓക്കെ, ഈ ഒരു സംഭവം പ്രോബ്ലം ചെയ്യുമ്പോൾ മാത്രമേ തിരിയുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഫസ്റ്റത്തെ സ്റ്റോക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുക ഫിഫോയില്. ലിഫോയിലാണെങ്കിൽ നേരെ ഉൾട്ട, ലാസ്റ്റ് ലേറ്റസ്റ്റ് വന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് കൊടുക്കുക. മനസ്സിലായോ? ഓക്കെ അല്ലേ? അടുത്തത് ആപ്കോ ആണ്. ആപ്കോ കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് പറയുന്നതാണ്, അതിൽ നിങ്ങൾ ഒന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. കണ്ടിന്യൂസ് വാല്യൂഷൻ മെത്തേഡ് ഉണ്ട്, കുറെ മെത്തേഡ് ഉണ്ട്. അവർക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എല്ലാ കോസ്റ്റിന്റെയും ഒരു ആവറേജ് എമൗണ്ട് എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും വിൽക്കും. ഓക്കെ, നമ്മൾ പല ടൈം ലൈനിലായിട്ടായിരിക്കും റോ മെറ്റീരിയൽസ് വാങ്ങും, പല പ്രൈസിനായിരിക്കും വാങ്ങും. അപ്പൊ എന്ത് ചെയ്യും, ഇതിന്റെ ഒക്കെ ഒരു ആവറേജ് നമ്മൾ കണ്ടിട്ട് കോസ്റ്റ് ഓഫ് സെയിൽസ് ആയിട്ട് വരും. മനസ്സിലായോ? ഓക്കെ, പ്രോബ്ലം ചെയ്യണേ. ഓക്കെ, ഞാൻ ഈ പെൻസിലിന്റെ കേസ് പറയാം. ഈ പെൻസില് ഞാൻ എന്ത് ചെയ്തു, ഒരു 12,000 വാങ്ങിച്ചു. ഓക്കെ, ഞാനത് മാർക്കറ്റിൽ വിൽക്കാനിട്ട്. മാർക്കറ്റിൽ വിൽക്കാനിട്ട സമയത്ത് എനിക്ക് മനസ്സിലായി എത്രയാണ് കിട്ടുള്ളൂ, എനിക്ക് 8,000 ആണ് കിട്ടുള്ളൂ. മനസ്സിലായ? അപ്പൊ ഈ ഒരു കേസിൽ ഈ പെന്നിന്റെ വാല്യൂ ഏതാണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ. മനസ്സിലായ? ലോവർ ഓഫ് കോസ്റ്റ് ഓഫ് NRV ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ്, 8,000 ആണ്. മനസ്സിലായ? ഈ ഒരു റൂള് വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം. ഓക്കെ, ഇനി സപ്പോസ് എനിക്കിത് ഈ പെന്ന് വിൽക്കുമ്പം എന്തോ ആ ടൈം ഡിമാൻഡ് കൂടിയിട്ട് എനിക്ക് 13,000 കിട്ടും എന്ന് വിചാരിക്കാം. എന്നാലും കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണ്? ഇത് COSന്റെ ഇൻവെന്ററിന്റെ വാല്യൂഷൻ ആണ്, ഇൻവെന്ററി വാല്യൂ ചെയ്യുന്നതാ, ക്ലോസിംഗ് ഇൻവെന്ററി. എന്നാലും എത്രയാണ് ലോവർ ഓഫ്, ഇതിൽ ഏതാണ് ലോവർ പറഞ്ഞാട്ടെ? 12,000 ആണോ ലോവർ, 13,000 ആണോ ലോവർ? 12,000. 12,000 ആയിട്ട് ഇടും. എന്നിട്ട് ഇത് വിൽക്കുമല്ലോ, വിറ്റ് കഴിഞ്ഞാൽ 1,000 പ്രോഫിറ്റ് ആയിട്ട് റിയലൈസ് ചെയ്യും. മനസ്സിലായ? ഓക്കെ, റെജുല എന്താ ഡൗട്ട്? പിന്നില്ലേ, നമ്മൾ ഫസ്റ്റ് തന്നെ 13,000 റിയലൈസ് ചെയ്താൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യാനുണ്ടാവും? ഇല്ല. അപ്പൊ വിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്യും. വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV നമ്മൾ റെക്കോർഡ് ചെയ്യും. ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഇല്ലല്ലോ? മൂവ് ഓൺ ചെയ്യണേ. കോസ്റ്റ് എന്തെല്ലാം ഉണ്ടാവാന്നാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. കോസ്റ്റില് നമ്മളെ പ്രോഡക്റ്റിന്റെ പെർച്ചേസ് പ്രൈസ് ഉണ്ടാവും. പിന്നെന്താണ്, കോസ്റ്റ് ഓഫ് കൺവേർഷൻ ഉണ്ടാവും. ചിലപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരും, അല്ലെ? റോ മെറ്റീരിയൽസിനെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റേണ്ടി വരും. പിന്നെന്താണ് ഉണ്ടാവുക, ആ ഒരു പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അതർ കോസ്റ്റും ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് ഇൻ ദി പ്രസന്റ് കണ്ടീഷൻ ആൻഡ് ലൊക്കേഷൻ. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബേസിക്കലി എന്താണ് കോസ്റ്റ് ആയിട്ട് വരിക. ഇനി ഇത് ജസ്റ്റ് ഞാൻ പറയുന്നതാണ്, കാരണം നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇത് വേണം. അപ്പൊ ഇത് ഇപ്പോഴേ പഠിച്ചിട്ടെങ്കിൽ നല്ലേ. ഓക്കെ, ഇനി കോസ്റ്റില് വരുന്ന certain കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. കോസ്റ്റ് ഓഫ് പെർച്ചേസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ടാവും, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഉണ്ടാവും, ഫ്രൈറ്റ് കോസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലുണ്ടാവണേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ സെയിം തിങ് നമുക്ക് വേണം. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഇൻവെന്ററി ആണ്, അവിടെ നമ്മൾ പഠിക്കുന്ന നോൺ കറന്റ് അസറ്റ് ആണ്.
ഇപ്പൊ നോൺ കറണ്ട് അസറ്റിനും നമുക്ക് ട്രാൻസാക്ഷൻ ചാർജ് ഉണ്ടാവും. പിന്നെ നോൺ കറണ്ട് അസറ്റിന് എന്നല്ലേ നോൺ കറണ്ട് അസറ്റിന്റെ എന്താണ് റൈറ്റ് ഫ്രൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ അടക്കുന്ന ഡ്യൂട്ടിയാ. നമ്മള് ഷിപ്പ് വഴിയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അടക്കുന്ന ഡ്യൂട്ടിന്റെ പേരാണ് ഫ്രൈറ്റ്. ഇതൊക്കെ സർട്ടൻ ചാർജസ് ആ. അപ്പൊ നമ്മൾ ഇൻവെന്ററിന്റെ പൈസ എടുക്കുമ്പോ അതിന്റെ വെറും സപ്ലയർ ഇട്ട കോസ്റ്റ് മാത്രമല്ല എടുക്കുക, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എത്രക്ക് കോസ്റ്റ് ആയിട്ടുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും നമ്മൾ എടുക്കും. അടുത്തത് കോസ്റ്റ് ഓഫ് കൺവേർഷൻ ആണ്. കോസ്റ്റ് ഓഫ് കൺവേർഷന്റെ കേസ് ആണെങ്കിൽ ഇത് എവിടെയാ വരിക? മാനുഫാക്ചറിങ് ബിസിനസ്സിലെ വരിക. അതായത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കോസ്റ്റ് ആയിട്ടുണ്ടോ അതൊക്കെ അതിൽ എന്ത് വിട്ട് ഡയറക്ട് കോസ്റ്റ് വിട്ട് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് വിട്ട് അല്ലെ. MA പഠിച്ചൊക്കെ അറിയുണ്ടാവും. ഓവർഹെഡ് ഒക്കെ അറിയില്ലേ? ഓവർഹെഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് കോസ്റ്റ് റിലേറ്റഡ് വിത്ത് ദ പ്രോഡക്റ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇൻവെന്ററീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന സെല്ലിംഗ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് എബ്നോർമൽ വേസ്റ്റേജ്, ഇതൊന്നും എന്ത് ചെയ്യില്ല നമ്മൾ എടുക്കൂല. കാരണം ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ താഴെയാണ് എടുക്കുക, കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ കൂടെ എടുക്കൂല. മനസ്സിലായോ? ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ് ഒന്നും അവിടെ പെടൂല, COS പെടൂല. ഓക്കെ, കാരണം എന്താണ്? COS നമ്മൾ പെർച്ചേസസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഈ 3 എലമെന്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പൊ ഈ വരുന്ന എലമെന്റ്സ് ഒക്കെ എവിടെയാണ്? താഴോട്ടാ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ്സിലാണ് ഉണ്ടാവുക. അണ്ടർസ്റ്റുഡ്? മൂവിങ് ഓൺ. ഞാൻ ആ കുഞ്ഞ് PDF അയച്ചു തരും കേട്ടോ, IS2ന്റെ. ഇതും ഗ്രൂപ്പില് നീ ജോയിൻ ചെയ്യുന്നെങ്കിൽ ഇന്ന് ഗ്രൂപ്പിൽ കയറി. ഓക്കെ, ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാലോ. TYU4. Okay, coal company's business sells 3 products X, Y and Z. Okay, cost എത്രയാണ്? 7, 10, 9. fair value എത്രയാണ്? 10, 8, 15. Okay, units എത്രയാണ്? 100, 200, 300. Okay, അപ്പൊ നമുക്ക് വാല്യൂ ചെയ്യണമെങ്കിൽ എന്താണ് റൂള്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ ചെയ്യല്ലേ NRV. ഇത് എപ്പോഴും മനസ്സിൽ വേണേ. IS2 ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യാം? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. ഇനീഷ്യൽ മെഷർമെന്റ് എപ്പോഴും കോസ്റ്റ് ആണ്. അപ്പൊ ഇനീഷ്യൽ മെഷർമെന്റ് നമ്മൾ മാറ്റണ്ടല്ലോ, ഇത് തന്നെയാണ് ഇനീഷ്യൽ മെഷർമെന്റ്. ക്ലിയർ? അപ്പൊ ഇനീഷ്യൽ മെഷർമെന്റ് എന്താന്ന് നോക്കാലോ. ഇനീഷ്യൽ മെഷർമെന്റ് നിങ്ങൾക്ക് ശരിക്കും വേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തന്നെ. 7 into 100 700, 10 into 200 2000, 19 into 300. വേഗം കാൽക്കുലേറ്റ് ചെയ്യും. എത്ര? 5700. ഓക്കെ, അപ്പൊ ഓപ്പണിംഗ് ഇൻവെന്ററി ടോട്ടൽ എത്രയാണ്? 8400. അവിടെ വെക്കുക. ഇതാണ് ഇനീഷ്യൽ മെഷർമെന്റ് കോസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഇയർ എൻഡ് മെഷർമെന്റ്. ഇയർ എൻഡ് മെഷർമെന്റിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ്ലി എടുക്കാം. 7 into 10 നമുക്ക് കോസ്റ്റ് ഓൾറെഡി ഉണ്ട്, അപ്പൊ കോസ്റ്റ് വേണ്ടല്ലോ, ഇനി കണ്ടുപിടിക്കണ്ടല്ലോ. ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എന്നാ. കോസ്റ്റിലുള്ള എമൗണ്ട് നമ്മൾ ഓൾറെഡി ഇതിൽ കണ്ടുപിടിച്ചത്. മനസ്സിലായോ? ഇനി നമുക്ക് എന്താ വേണ്ടേ? NRV വേണ്ടേ? NRV ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. NRV എന്താ? NRV ഇവിടെ തന്നിട്ടുണ്ടോ? 7 into 10 അല്ല 10 into 100,000. പിന്നെ 8 into 200 16. 8 into 100 എന്താ അന്നെ പറ്റിക്കാണ്. 15 into 300 4500 അല്ലേ? എത്ര? 4500 എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കാം. ഈ ഒരു കേസിലാണ് ഓരോന്നും നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതിൽ ഏതാണ് എമൗണ്ട്? ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV. അപ്പൊ എന്താ കോസ്റ്റ്? അപ്പൊ എത്രയാ? 700. വേറെ കളർ മാറ്റണം.
700. ഞാന് ക്ലാസ്സിന്ന് ഡബിളിന്റെ ക്ലാസ്സിന് പച്ചൽ എടുക്കുമ്പോ പിള്ളേർ പടക്കം എന്ത് പച്ചൽ എടുക്കുന്ന. ഓക്കെ, ഇതോ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എത്ര വരാം? 1600. ഓക്കെ, ഇതോ ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എത്ര വരാം? 4500. ടോട്ടൽ എത്ര? വേഗം എടാ ഹംന നീ ആടില്ലേ? ഉണ്ട്. റിസന്റെ ഒരു കുറവുണ്ടല്ലേ? എത്ര? അല്ല റെക്കോർഡിംഗ് ഒക്കെ കേട്ടു. അല്ല വെറുതെ പറഞ്ഞേ. 6800. ഇവിടെ എടാ ആൻസർ കിട്ടിയില്ല. വേഗം ചെയ്തോ. എന്തോട്ടി? സ്കൂളിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. ആ അതന്നെ. ഒരു മിനിറ്റ്, നീ ജോയിൻ ചെയ്യുന്നുണ്ടോ? എന്നെ ഗ്രൂപ്പിൽ ഇടട്ടെ. ഇവിടെ ഗ്രൂപ്പിൽ ഇടട്ടെ തപാന. അശ്വതി എന്തോ പറയുന്നുണ്ടായിരുന്നു. നിനക്ക് എളുപ്പം എനിക്ക് തോന്നുന്നു ഇതായിരിക്കുന്നോ, എന്താണ് ട്രെയിൻ ആയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലടാ എനിക്ക് എളുപ്പം റെയിൽവേ ആയിരിക്കും പറയുന്നുണ്ടായിരുന്നു. അതൊക്കറിയില്ല, അത് സൗത്ത് നോർത്ത് എനിക്കറിയില്ല. ചോദിച്ചോക്കെ. നിങ്ങൾക്ക് രണ്ടാക്കും ഒപ്പരം വന്നൂടെ? നിന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നോക്കരുത്, നോക്കാണ്ട് ചെയ്യണേ. വേഗം ചെയ്യും, കുറെ സമയം ഒന്നും പിടിക്കരുത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള ടെസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് 5 കൂടി ചെയ്യണേ. 5 അല്ല 6. 5 ഞാൻ പറഞ്ഞല്ല, 6 കൂടി ചെയ്യണേ. സെവൻ കിട്ടിയിട്ടില്ല. 7 പേ ചെയ്, പറയാനൊന്നുമില്ല. 8 ചെയ്, വേഗം, സമയം കുട്ടിയല്ല. എന്തെടുക്കാൻ പറ്റത്തെ? കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻവേർഡ്സ് ഉള്ളതാണ് നോക്കുള്ളൂ, ഔട്ട്വേർഡ്സ് ഉള്ളത് എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പൊ എയില് ഔട്ട്വേർഡ്സ് എടുത്തിട്ടുണ്ട്, അപ്പൊ അത് തെറ്റാ. രണ്ടാമത്തെ നോക്കാം, റോ മെറ്റീരിയൽസ്, കാരേജ് ഇൻവേർഡ്സ്, കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അത് എടുക്കരുത്. മനസ്സിലായ? കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി കോസ്റ്റ്, അവിടെ എന്താ തെറ്റിച്ചേ? ഫീസാണ്. അത് വെയർ ഹൗസിംഗ് ഫെസിലിറ്റി ആണ്, അത് ഇവിടെ പറ്റൂല. മനസ്സിലായ? അടുത്തതിൽ നോക്കാം, പ്ലാന്റ് ആൻഡ് മെഷീനറി കോസ്റ്റ്, കാരേജ് ഇൻവേർഡ്സ്, റോ മെറ്റീരിയൽസ്, പെർഫോമൻസ് വേജസ്. കറക്റ്റ്. ലാസ്റ്റത്തെ നോക്കിയേ, കാരേജ് ഔട്ട്വേർഡ്സ് വന്നു, അപ്പൊ തെറ്റ്. മനസ്സിലായ? അപ്പൊ സി ആണ് ആൻസർ. ഓക്കെ അല്ലേ? കാരേജ് ഔട്ട്വേർഡ്സ് ഉണ്ട്. ബി ആ, ബി കോസ്റ്റ് ഓഫ് സ്റ്റോറേജ്, വെയർ ഹൗസിംഗ് കോസ്റ്റ്. ഓക്കെ, അത് അഡ്മിനിസ്ട്രേഷനിലെ വിടുവോ? ഓക്കെ അല്ലേ? ഓക്കെ, വേണ്ട അത് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഒന്നുമില്ല, അങ്ങനെ പഠിച്ചാൽ മതി. വെയർ ഹൗസ് ആണ് സ്റ്റോറേജ് കോസ്റ്റ്, അപ്പൊ അത് എടുക്കൂല. ഇനി അബ്കോന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്. ഒന്ന് പീരിയോഡിക് ആവറേജ്, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? പീരിയോഡിക്കലി അറ്റ് എ പോയിന്റ് ഓഫ് ഇയർ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കോസ്റ്റിനെ കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യും. മേ ബി 3 months കൂടുമ്പോൾ അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ ആയിരിക്കും. കണ്ടിന്യൂസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് എന്താണ്? നമ്മൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും? കോസ്റ്റ് മെഷർ ചെയ്തിട്ട് ഇടും. ക്ലിയർ അല്ലേ? ഓക്കെ,
പീരിയോഡിക്കലി പറയുവാണെങ്കിൽ നമ്മൾ എന്താണ് ഇയർ എൻഡിലായിരിക്കും ഇടുക. കണ്ടിന്യൂസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മന്ത്ലി ആയിരിക്കും ഇടുക. മന്ത്ലി എന്ത് ചെയ്യും കോസ്റ്റ് റിവൈസ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇല്ലുസ്ട്രേഷൻ 3 ഇൻവെന്ററി IS2 ഇൻവെന്ററി ഇടണം അല്ലെ? ഇല്ലുസ്ട്രേഷൻ 3 ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇല്ലുസ്ട്രേഷൻ 3 നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? ഫിഫോലും പീരിയഡ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റും കണ്ടിന്യൂസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെഷർ ചെയ്യണം. ഓക്കെ, ഞാൻ ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പുറത്തിടാണേ. ഓക്കെ അല്ലേ? So, Invicta company has closing inventory of 5 units at a cost of $3.5 per unit at 31st December 2005. During the first week of January 2006, Invicta company entered into the following transactions. ഇതൊക്കെയാണ് ട്രാൻസാക്ഷൻസ്. 2nd ജാനുവരിയിൽ പ്രൊഡക്റ്റ് വാങ്ങിയത് ഇത്ര എമൗണ്ടിനാണ്, 4th ജാനുവരിക്ക് ഇത്ര എമൗണ്ടിനാണ്, 6th ജാനുവരിക്ക് ഇത്ര എമൗണ്ടിനാണ്. കണ്ടോ? അപ്പൊ ഡേറ്റിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? കോസ്റ്റ് പെർ യൂണിറ്റ് മാറുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ജസ്റ്റ് പറയാം. യൂണിറ്റ് കോസ്റ്റ് ആണ് എടുത്തെങ്കിൽ നമ്മൾ എന്താണ് എടുക്കുള്ളൂ? ചിലപ്പോൾ നമ്മൾ ബിഗിനിങ് ഓഫ് ദി ഇയറിൽ വാങ്ങിയ എമൗണ്ട് ആയിരിക്കും ത്രൂ ഔട്ട് ദി ഇയർ നമ്മൾ കോസ്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, പക്ഷെ ഇത് യൂണിറ്റ് കോസ്റ്റ് അല്ല പറയുന്നത്, ഫിഫോ ആണ് പറയുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എത്ര എമൗണ്ട്, എത്ര ഗുഡ്സ് സെൽ ചെയ്തിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് എന്താണ്? എത്ര ഗുഡ്സ് സെൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 7 യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെൽ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ എടുക്കാൻ നോക്കാലോ. ഫിഫോന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാങ്ങിയതായിരിക്കും നമ്മൾ ഫസ്റ്റ് വിൽക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് വാങ്ങിയത് ഇതല്ല, എന്തുണ്ട്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. മനസ്സിലായ? കഴിഞ്ഞ കൊല്ലത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ക്ലിയർ? ഇത് 2006 ആണോ? ഡിസംബർ 2005 ഓൾഡ് സ്റ്റോക്ക് നമുക്ക് കിടപ്പുണ്ട്. ക്ലിയർ? അപ്പൊ നമ്മൾ ടോട്ടൽ ഗുഡ്സ് സോൾഡ് എത്രയാണ്? 7 യൂണിറ്റ്സ് ആണ് അല്ലെ? ആ 7 യൂണിറ്റ്സില് 31st December 2005 എത്ര ബാക്കിയുണ്ട്? 5 ബാക്കിയുണ്ട് അല്ലെ? അപ്പൊ 5 into 3.5 ആണ് കോസ്റ്റ് ഫസ്റ്റത്തെ ഗുഡ്സിന്റെ. എത്രയാ? 17.5 ആ? ഓക്കെ. ഇനി എത്ര ഗുഡ്സ് ബാക്കിയുണ്ട്? 5 യൂണിറ്റ്സ് എടുത്ത് 7ന് ഇനി എത്ര കൊടുക്കാനുണ്ട്? 2. ആ 2 നമ്മൾ എവിടുന്ന് എടുക്കുക? 2nd ജാനുവരിയിലെ സെയിലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 2 എടുക്കും. അപ്പൊ 2nd ജാനുവരിയിൽ ഇപ്പൊ എത്ര ബാക്കിയുള്ളൂ? 3 ബാക്കിയുള്ളൂ. 2 into 2nd ജാനുവരിക്ക് എമൗണ്ട് എത്രയാ? 2 4 8. ക്ലിയർ അല്ലേ? അപ്പൊ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് പറയട്ടോ? 25.5. 25.5. ഒരു കാര്യം ചോദിക്കട്ടെ, ഫസ്റ്റ് പർച്ചേസ് എടുക്കാന്ന് പറയുമ്പോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഒരിക്കലും പർച്ചേസ് അല്ലല്ലോ. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് അല്ല, ഓൾഡ് സ്റ്റോക്കാ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് ഉള്ളത് എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കാ. മനസ്സിലായോ? സ്റ്റോക്ക് ഇല്ലെങ്കിൽ ഫസ്റ്റ് പർച്ചേസ് തന്നെ എടുക്കും. ഇനിയിപ്പോ ക്ലോസിംഗ് ഇൻവെന്ററി എത്ര ഉണ്ടാവും? അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ എത്ര ബാക്കി ഉണ്ടാവും? ഫസ്റ്റത്തെ ഫുള്ളും പോയി. 12 units. 2nd ജാനുവരിക്ക് എത്ര യൂണിറ്റ്സാ ബാക്കി 2. ബാക്കി 3. 2 അല്ലേ പോയെ? 3 യൂണിറ്റ്സ് ഓഫ് ഹൗ മച്ച്? NRV ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇല്ലെന്ന് എടുക്കുക. 5 യൂണിറ്റ്സ്. എന്താണ്?
4 ഓക്കെ ഓക്കെ ഇതില് 5 minus 2. ഓക്കെ 5 into 5 പിന്നെ 5 into 5.5. ക്ലോസിംഗ് ഇൻവെന്ററി എന്തായാലും കുറച്ചധികമാണ്, അതായത് 10 റുപ്പീസിന് പെർ യൂണിറ്റ് വെച്ച് വിൽക്കുന്നുണ്ട്. അപ്പം NRV എപ്പോഴും NRV അധികമാണ്, അപ്പൊ അത് നമ്മൾ എടുക്കൂല, കോസ്റ്റ് തന്നെയാണ് ക്ലോസിംഗ് ഇൻവെന്ററി കാണിക്കുക. ബേസിക് ലോജിക്. അതായത് NRV 10 കിട്ടുന്നുണ്ട് അല്ലെ, നമ്മൾ എന്താ എടുക്കുക, ലോവർ ഓഫ് കോസ്റ്റ് ഓർ NRV എടുക്കുക. അപ്പൊ കോസ്റ്റ് തന്നെ അല്ലേ ലോവർ, അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി വാല്യൂ എന്തായിരിക്കും, ഈ വാല്യൂ തന്നെ ആയിരിക്കും. മനസ്സിലായിട്ടില്ലേ? ഇവിടെ കോസ്റ്റ് 4 വിൽക്കുന്നത് 10, ഏതാ ലോവർ? NRV ഏതാ ലോവർ? ആ അത്രേ ഉള്ളൂ. മനസ്സിലായാ? ഓക്കെ 12 പിന്നെ 25 പിന്നെ 7.5 എത്രയാണ്, എത്രയാ? 5.5 into 5 27.5. നമ്മ മനസ്സിലായിനാ? മനസ്സിലായിനോടോ? അമൗണ്ട് കറക്റ്റ് ആണോ നോക്കട്ടെ. എല്ലാം കൂടി പ്ലസ് ചെയ്ത് ഒന്ന് എത്ര കിട്ടുന്നേ? ഓക്കെ അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാ? ഉം. 64.5. മനസ്സിലായാ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിന്റെ കോസ്റ്റ് കുറഞ്ഞാലും ഇത് ഇങ്ങനെ ഓക്കെ അല്ലേ? ഫസ്റ്റ് ഔട്ട് എല്ലാം മിക്കവാറും കോസ്റ്റ് തന്നെ ആയിരിക്കും കുറവുണ്ടാവുക, അതായത് NRV കൂടുതലായിരിക്കും നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് NRV നോക്കിയാൽ മതി, എത്ര വെക്കുന്നുള്ളത് നോക്കിയാൽ മതി. ഇത് നമ്മള് സെയിലായിട്ട് കാണിക്കുമ്പോ എന്താ ചെയ്യാ? സെയിലായിട്ട് കാണിക്കും SOPL ആയിട്ട് കാണിക്കുമ്പോ നോക്ക്, റവന്യൂ എത്രയൊക്കെ വിറ്റേ? 7 into 10 70. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്താ? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. ആരുടെ പോയെ? എന്താ അമ്മ പോയി. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയാ? 5 into 3.5. പർച്ചേസസ് എത്രയൊക്കെ ചെയ്ത്? 5 into 4 plus 5 into 5 plus 5 into 5.5 അല്ലേ? എത്രയാണ് പർച്ചേസസ്? അല്ല അതന്നെ 5 into 4 plus 5 into 5 plus 5 into 5.5 എത്ര കിട്ടുന്നുണ്ട്? 5 into 3.5 17.5. ഇതെത്ര? 72.5. ക്ലോസിംഗ് ഇൻവെന്ററി 64.5. എത്രയാണ് ഔട്ടർ കോളത്തില്? $25.5. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എത്ര? സബാനൊക്കെ മനസ്സിലാവുന്നുണ്ടോ? 44.5. അതില് പറഞ്ഞോണ്ട് ഇവിടെ നോക്ക്, പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. എല്ലാത്തിനും ഓരോ മെത്തേഡിനും കണ്ടുപിടിക്കണം. മനസ്സിലായോ? ടെക്സ്റ്റില് എല്ലാം കഴിഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നു, ഞാൻ ഓരോന്നിന്റെ ഒപ്പരം കണ്ടുപിടിക്കുന്നേ ഉള്ളൂ, ആകുമ്പോ അവിടെ തീർന്നു. ഓക്കെ പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്താ? പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ്. ഇത് സിമ്പിളാ, യൂണിറ്റ്സ് എപ്പം 5 തന്നെ അല്ലേ? 1 2 3 4
4 പ്രാവശ്യമുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് അടക്കം അല്ലേ? ഇവിടെ 3, അവിടെ 1. ഓക്കെ. പിന്നെ ഡോളർ പെർ യൂണിറ്റ് എത്രയാ പറ? 3.5, 4, 5, 5.5 അല്ലേ? ടോട്ടൽ എത്രയാ? അങ്ങനല്ല, കോസ്റ്റ് എത്രയാ പറ? 3.5 into 5 17.5. ഇതിന്റെ ടോട്ടൽ എത്രയാ? എത്ര എത്ര? 90. 90. ആ. ഇതിന്റെ എത്രയാ? ഇതിന്റെ എത്ര യൂണിറ്റ്സ് ടോട്ടൽ ഉണ്ട്? 20. അപ്പം കോസ്റ്റ് പെർ യൂണിറ്റ് is equal to weighted average cost 90/20 എത്രയാ? 4.5. മനസ്സിലായിനാ? 4.5 ആയിട്ടില്ല, കോസ്റ്റ് കിട്ടി. 7 units ഇവിടെ നോക്കണ്ട. അപ്പൊ ഏത് sold 7 units of this 10 unit on 50 unit. വേണ്ട, നമ്മളെല്ലാം എല്ലാം വിൽക്കുന്നതിന്റെ കോസ്റ്റ് എത്രയായിരിക്കും? 7 തന്നെ ആയിരിക്കും. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയായിരിക്കും? സോൾഡ് ഈക്വൽസ് എത്രയാ? 4.5 into 7 തന്നെ. എത്ര കിട്ടുന്ന? എത്ര? അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇനി SOPL SOPL നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് റവന്യൂ എത്രയാ? 7 into 10 തന്നെ. പിന്നെ COS അല്ലെ? ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയാ? സെയിം ആൻസർ തന്നെ. 5 into 3.5 എത്രയാ? 17.5. പിന്നെ പ്ലസ് പെർച്ചേസസ് എത്രയാ? സെയിം ആൻസർ തന്നെ. എത്രയാണ് നമ്മളെ മുകളിലത്തെ ആൻസർ? 72.5 അല്ലേ? 72.5 തന്നെയല്ലേ? 72.5. താഴത്തെ ആൻസർ മാറും. മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി എത്ര വരുമോ? എത്ര ടോട്ടൽ ഉണ്ട്? 20. 20 7 വിറ്റു 13 into 4.5. മനസ്സിലായോ? അവിടെ 20 യൂണിറ്റ്സ് ടോട്ടൽ ഉണ്ട്. അതിന് 7 യൂണിറ്റ്സ് വിറ്റ്. ബാക്കി എത്ര ഉണ്ട്? 13 ഉണ്ട്. എല്ലാത്തിനും ആവറേജ് കോസ്റ്റ് ആണ് ആപ്ലിക്കബിൾ. മനസ്സിലായോ? എല്ലാത്തിനും ആവറേജ് കോസ്റ്റ് ആണ് ആപ്ലിക്കബിൾ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അൺസോൾഡ് നോക്കിക്കോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് അൺസോൾഡ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഇൻവെന്ററി നോക്കാം അല്ലെ? അൺസോൾഡ് ഗുഡ്സ് തന്നെയല്ലേ ക്ലോസിംഗ് ഇൻവെന്ററി? ക്ലോസിംഗ് ഇൻവെന്ററി ഈസ് ഈക്വൽ ടു 20 മൈനസ് എത്ര വിറ്റോ? 7 into 4.5. എത്ര കിട്ടുന്നേ? വേഗം. 58.5. എത്ര? 58.5. ഓക്കെ, ഇവിടുന്ന് മൈനസ് ചെയ്യാം. എത്ര എമൗണ്ട്? കോസ്റ്റ് ഓഫ് സെയിൽസ് ഗുഡ്സ് സോൾഡ് എത്ര? ഐ മീൻ കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര? $31.5 അല്ലേ? എത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ്? എത്ര? 38.5. ഓക്കെ, ഈസി അല്ലേ? അടുത്ത മെത്തേഡാണ് സൊറ.
അടുത്തൊരു വൃത്തിയുക്ത മെത്തേഡാണ്. അടുത്ത മെത്തേഡ് എന്താ? കണ്ടിന്യൂസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്തത്? അല്ലെങ്കിൽ പോട്ടെ, വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് എന്താ നമ്മൾ ചെയ്തത്? എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ടാണ് ചെയ്തത്. ഒരു കൊല്ലത്തെ മൊത്തം എടുത്തിട്ട് ഒന്നിച്ചിട്ട് എന്നിട്ടാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി സപ്പോസ് ഇത് നമ്മൾ മന്ത്ലി ഓരോ പെർച്ചേസിനും നമ്മൾ ചെയ്യാന്ന് വിചാരിക്കും, ഈ ഒന്നിച്ചിട്ട് അപ്പൊ എമൗണ്ട് മാറില്ല. അതാണ് ഈ കച്ചറ മെത്തേഡ്, കണ്ടിന്യൂസ് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ്. ഓരോ ടൈമും നമ്മൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും? വെയിറ്റഡ് കോസ്റ്റ് കണ്ടുപിടിക്കും. മനസ്സിലായോ? ഓക്കെ അല്ലേ? റെഡി? സെയിം ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് കോപ്പി ചെയ്തിട്ട് ഇടാം. ഇങ്ങനെ പുറത്തേക്ക് വന്നില്ല. എടാ ഹംന അവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഇത് കുറച്ച് തലതിരിവേ. ഫോമാറ്റ് എഴുതാൻ പോവാണേ. ഡേറ്റ്, പിന്നെ ട്രാൻസാക്ഷൻ എത്രത്തോളം വാങ്ങി എന്നുള്ളത്, പിന്നെ യൂണിറ്റ്സ്, പിന്നെ കോസ്റ്റ് അതിന്റെ, പിന്നെ ടോട്ടൽ കോസ്റ്റ്. ഇത് രണ്ടും എമൗണ്ട് ആണ്. ഓക്കെ, തുടങ്ങുന്നത് എപ്പോഴാ? 1st January 2006 അല്ലേ? അതായത് ഓപ്പണിംഗ് ബാലൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം 31st December എന്ന് പറയാം. പക്ഷെ ഇക്കൊല്ലത്തെ എഴുതാം. എന്താണ് ഓപ്പണിംഗ് ഇൻവെന്ററി? ഓപ്പണിംഗ് ഇൻവെന്ററിക്ക് എത്രയാ? ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയുണ്ട്? 5 യൂണിറ്റ്സ്. എത്രയാണ് കോസ്റ്റ്? 3.5. ടോട്ടലി എത്ര ആവാ? ഞാൻ പറയടോ, 17.5 അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്ലേ? ഓക്കെ, ഇനി അടുത്ത എപ്പ നടക്കുന്നേ? 2nd January അല്ല, എപ്പോഴാ ഗുഡ്സ് സെല് ചെയ്യുന്നത്? 5th 2nd January 2005. ഇത് ഓർമ്മയിലിരിക്കണേ. 5th സെല് ചെയ്യുന്നത്. 2nd January 2006 എന്ത് ചെയ്തു? പെർച്ചേസസ് നടത്തി. പെർച്ചേസസ് നടത്തിയത് എത്രക്കാണ്? 5 എത്രയാണ്? 4 അല്ലെ? ടോട്ടൽ എത്രയാ? 20. ഇനി ടോട്ടൽ ചെയ്യാം. അടുത്ത പെർച്ചേസ് നടക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ ചെയ്യും. മനസ്സിലായ? എന്താ ടോട്ടൽ ചെയ്യാ? ഇതും ഇതും ടോട്ടൽ ചെയ്യണം. ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ, ഓരോ ട്രാൻസാക്ഷൻ എക്സ്ട്രാ വരുമ്പോ എന്ത് ചെയ്യും? ട്രാൻസാക്ഷൻ എന്ന് പറയാൻ കാരണം പെർച്ചേസ് തന്നെ നടക്കണമെന്നില്ല, സെയിലും നടക്കും. മനസ്സിലായ? അപ്പൊ ഇനി ഗുഡ്സിന്റെ പ്രൈസ് എത്രയായി? ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ഇത് 37.5 അല്ലേ? അല്ലടോ? അപ്പൊ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാ? 37.5 ഡിവൈഡഡ് ബൈ 10. അതെങ്ങനാ? ഇതാ ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ ടോട്ടൽ യൂണിറ്റ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. നീ 100 രൂപയ്ക്ക് 10 രൂപന്റെ 100 ഡയറി മിൽക്ക് 100 രൂപയ്ക്ക് ഡയറി മിൽക്ക് വാങ്ങി. ഓക്കെ, നിനക്ക് ടോട്ടലി എത്ര പൈസയായി? 10 റുപ്പീസ് ആയി എന്ന് വിചാരിക്കാം. പെർ യൂണിറ്റ് ഡയറി മിൽക്ക്, അതിലോ തെറ്റിപ്പോയി, ഒരു മിനിറ്റ്. നീ 100 രൂപയ്ക്ക് ഡയറി മിൽക്ക് വാങ്ങി. ഓക്കെ, നിനക്ക് 5 ഡയറി മിൽക്ക് കിട്ടി. ഓരോ ഡയറി മിൽക്കിന് എത്രയായിന്ന് നീ എങ്ങനെ കാണുക? 100/5 അല്ലേ? എടാ മനസ്സിലാകുന്നില്ല ഹംന? മനസ്സിലായില്ലേ? അതേപോലെ 10 യൂണിറ്റ്സ് ഓഫ് എന്ത് ബാക്കിയുണ്ട്? 10 യൂണിറ്റ്സ് ഓഫ് എന്ത് ബാക്കിയുണ്ട്? എന്താ ബാക്കിയുള്ളേ? 10 യൂണിറ്റ്സ് ഓഫ് ഇൻവെന്ററി ബാക്കിയുണ്ട്. യൂണിറ്റ്സ് നോക്ക്. ടോട്ടൽ യൂണിറ്റ്സിന്റെ പ്രൈസ് എത്രയാ? 37.5.
അപ്പൊ ഒരു യൂണിറ്റിന് എത്രന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 37.5 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. അപ്പൊ എത്രയാ? 3.75 പെർ യൂണിറ്റ്. മനസ്സിലായോ? അടുത്ത ട്രാൻസാക്ഷൻ എപ്പോഴാ? 4th January. എന്താണ്? പെർച്ചേസസ് തന്നെയാ. എത്ര പെർച്ചേസ് ചെയ്തു? 5 യൂണിറ്റ്സ് പെർച്ചേസ് ചെയ്തു. എത്ര എമൗണ്ടിന്? എത്ര? 5. എത്രയാണ്? 25. ടോട്ടൽ എത്ര? 37.5 പ്ലസ് 25 എത്രയാ? 62.5. അപ്പൊ പെർ യൂണിറ്റ് എത്ര കിട്ടിയ? 2.5 divided by 15. 4.16. Alhamdulillah. 4.16 അല്ലേ? ഓക്കെ. ഇനി അടുത്ത എന്താ സംഭവിക്കുന്നത്? 5th January നമ്മൾ സെല് ചെയ്തു അല്ലേ? അപ്പം 5th January 2006 സെയിലാണ്. എത്ര കുറച്ചു? 7 യൂണിറ്റ്സ് കുറഞ്ഞു. 7 യൂണിറ്റ്സ് കുറഞ്ഞപ്പം എത്രയായി? 15 minus 7 8. 7 യൂണിറ്റ്സ് എത്രക്കാണ് നമ്മൾ ഇൻറ്റു 4.6 തന്നെയാണ്. 4.16 തന്നെയാണ് കുറക്കുന്നത്. എത്രയായി അപ്പം? 7 into 4.16 എന്ന് പറയുമ്പോൾ 29.12 കുറയും. ക്ലിയർ? ഇവിടെ 10 പെർ യൂണിറ്റ് എന്നല്ലേ കാണുന്നേ? 10 per unit. ഇൻവിക്ട കമ്പനി സോൾ 7 എടാ യൂണിറ്റ്. സെയിൽ നമ്മൾ എവിടെ എടുക്കാം? എങ്ങനെ? സെയിൽ നമ്മൾ എവിടെ എടുക്കാം? മനസ്സിലായില്ല. സെയില് എവിടെ എടുക്കാം? സെയിലിന്റെ റവന്യൂ നമ്മൾ എവിടെ എടുക്കാം? നമ്മളിവിടെ മൊത്തം കോസ്റ്റ് ഡീൽ ചെയ്യുന്നത്. ആ 4.16666 എന്നില്ലേ? ആ ഇത് നമ്മൾ 7 ആക്കുന്നുണ്ടേ. ഡെസിമൽ പ്ലേസസ് എടുക്കുമ്പോ അപ്പൊ മാറൂലേ? 4.17 into അതെങ്ങനെയാണ് കോസ്റ്റ് 4.17 എടുത്തതെന്ന് ചോദിക്കുന്നത്? ആടെ ഇൻവിക്ട സോൾഡ് 7 യൂണിറ്റ് ഫോർ 10 പെർ യൂണിറ്റ് എന്നല്ലേ കാണുന്നേ? എടാ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കറക്റ്റ് ചെയ്യട്ടെ ആദ്യം. ഇൻറ്റു 15 എത്രയാ? 62.55 ഉണ്ട് അല്ലേ? ഓക്കെ. അതിന് നീ പറഞ്ഞു എടാ ഇൻറ്റു 10 തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ സെയിൽ ആണോ കൊടുക്കുന്നത്, കോസ്റ്റ് ആണോ കൊടുക്കുന്നത്? ഹെഡിങ് എന്താ കൊടുത്തിരുന്നത് നോക്കിയേ? കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്. ഇവിടെ ഹെഡിങ് എന്താടാ? അമ്ന അവരെ റവന്യൂ ആണ് 10 പെർ യൂണിറ്റ്. ആ അപ്പൊ ഇവര് ഏത് കോസ്റ്റിനാ വാങ്ങിയത് എങ്ങനെ തിരിയാ? എന്ത്? ഇവര് ഏത് കോസ്റ്റിന് ഇവര് വാങ്ങിയത് എങ്ങനെ തിരിയാ? അതല്ലടാ നമ്മളിവിടെ കണ്ടുപിടിച്ചത്. എവിടെ? ആ എങ്ങനെ കിട്ടിയേ? എടാ ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്തിട്ട് കിട്ടിയതല്ലേ ഇത്. നമ്മൾ ഓരോ സ്റ്റേജിലും കോസ്റ്റ് കാണുന്നത്. ഇത് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ്. അപ്പൊ അതിന്റെ വാങ്ങിയ സമയത്തുള്ള കോസ്റ്റ് അല്ല നമ്മൾ നോക്കുന്നത്, ആവറേജ് കോസ്റ്റ് എടുക്കുന്നത്. മനസ്സിലായോ? ആ അപ്പൊ ഇപ്പൊ കറന്റ്ലി 15 ഇൻവെന്ററിയിൽ ഉണ്ട്. ആ 15ന്റെ ആവറേജ് കോസ്റ്റ് 4.17 ആ. അപ്പൊ ഈ വിറ്റ 70യും ആവറേജ് കോസ്റ്റ് എത്രയായിരിക്കും? 4.17. അത് 3.5 3.75 ഒന്നും തന്നില്ല. നമ്മൾ അപ്ഡേറ്റ് ചെയ്തോണ്ട് ഓരോ സമയം അപ്ഡേറ്റ് ചെയ്തില്ലേ? പക്ഷെ അത് വേണമെങ്കിൽ നമ്മൾ അടുത്ത ഡേറ്റിന് വാങ്ങിയതിന്റെ അങ്ങനെ ആവൂല. ഇല്ല, ഓരോ സമയം അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോ എത്ര കോസ്റ്റ്? ഇത് മാത്രമേ നോക്കണ്ടു. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോ എത്ര കോസ്റ്റ്? മനസ്സിലായ? അതുകൊണ്ടാണ് വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫിഫോലെ പോലെ ചെയ്താൽ പോരെ? ഉണ്ടായി നെഫ്റ്റോനുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലായിടത്തുനിന്നും ചോദിക്കുന്നുണ്ട്.
ഇപ്പൊ പണ്ടത്തെ പോലെയല്ലേ CBA. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രം വരൂല. പക്ഷെ ഇപ്പൊ അവർക്ക് തന്നെ തിരിഞ്ഞ സ്റ്റുഡൻസ് കളിക്കുന്നുണ്ട്. ചോദിക്കാത്ത ഞാന് കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പത്തെ പ്രാവശ്യം AFM അറ്റൻഡ് ചെയ്യാൻ പോയപ്പോ ഇതുവരെ 8 കൊല്ലമായിട്ട് ആ പോർഷന് ചോദിക്കലില്ല. അതുകൊണ്ട് ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിച്ചിട്ടുമില്ല. അത് നോക്കണ്ട. ചെറുങ്ങനൊന്ന് ജസ്റ്റ് അതിന്റെ തിയറി മാത്രം എടുത്തിട്ട് പോവുക ചെയ്തത്. പക്ഷെ അന്ന് അതിന്റെ ന്യൂമറിക്കൽസ് അടക്കം വന്നു. ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് എന്നിട്ട് സാർ തന്നെ പറയുന്നത് 8 കൊല്ലം മുന്നേ ചോദിച്ചതാന്ന് രണ്ടാമത്. ഇപ്പൊ AA തന്നെ ത്രെറ്റ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് എന്നിട്ടൊരു സംഭവം ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് നമ്മളെ ബാച്ച് എഴുതുമ്പോൾ ചോദിച്ചത് 2018 2019 അതിനുശേഷം അത് ചോദിക്കില്ല. ഇപ്പൊ ഇക്കൊല്ലം മുതൽ സിലബസ് അപ്ഡേറ്റ് ചെയ്തു അതിട്ട്. ഇപ്പൊ ACCA ഇപ്പൊ വിശ്വസിച്ചൂടാ. അവിടുന്ന് ഒന്നും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒരു ലെസനും ഞാൻ സ്കിപ്പ് ചെയ്യല്ല എടുക്കുമ്പോ. 4.17 മനസ്സിലായി എങ്ങനെ എത്തിയ അമ്ന? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇനി എത്ര ബാലൻസ് ഉള്ള നമ്മൾക്ക്? പറ 33.43. അപ്പൊ എത്രയാണ്? 33.43 ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടുന്നേ? 4.18. ഓക്കെ, ഇനി അടുത്തെന്താ? അടുത്ത ട്രാൻസാക്ഷൻ 6th ജാനുവരിക്കല്ലേ? 6th January 2006 purchase എത്രക്കാ? 5 units 5.5 അല്ലേ? 5.5 റെലവെന്റ് അല്ല. എന്താ ചെയ്യാ? റെലവെന്റ് ആണ്. 5.5 into 5.5 എത്രയാ? എത്ര into 5.5 എത്ര കിട്ടുന്നത്? റെലവെന്റ് ആണ്. 5 into 5.5 എത്ര കിട്ടുന്നത്? 27.5. എത്ര? എവിടെ കിട്ടില്ലേ? കൊറേ കഴിഞ്ഞിട്ട് വരുന്ന. നിങ്ങക്ക് കാണുന്നുണ്ട് ഇടാ? നിങ്ങൾക്ക് കാണുന്നുണ്ട്? കറണ്ട് ഉണ്ടായത് പ്രശ്നമില്ലല്ലേ? കറണ്ടില്ലാണ്ട് IMലല്ലേ കറണ്ട് പോയി പോയതാ. അപ്പൊ റെക്കോർഡ് ഉണ്ട് ഇടാ. ഓക്കെ, കിട്ടില്ലേ? എത്രയാണ് ഇപ്പൊ യൂണിറ്റ് കോസ്റ്റ് അപ്പം വരുന്നത്? 8 + 5 എത്രയും? വേമ്പറ 13. പിന്നെ നിന്റെ ടോട്ടല് പറയണ്ടോ? എത്ര? 33.43 plus 27.5. 60.93. കഴിഞ്ഞിട്ടില്ല. ഇതാ കഴിഞ്ഞോ? കഴിഞ്ഞേ. എത്ര? 4.69. ഇനി ഇതായിരിക്കും. ഇനി അങ്ങോട്ട് ട്രാൻസാക്ഷൻ ഉണ്ടോ? ഇല്ല, ഇതാണ് ക്ലോസ്. ഡേറ്റ് കൊടുത്തിട്ടില്ലടോ. ഇതാണ് ഇന്നലെ ചൊറ പറഞ്ഞത്. ഇതാണ് ചൊറ. കഴിഞ്ഞു. ചൊറയോടെ ചാപ്റ്ററും കഴിഞ്ഞു. വലിയ ചൊറയല്ല അല്ലേ? സെയിൽസ് ടാക്സ് ഇതിനെക്കാട്ടിലും വീട്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഓരോ സെയിലും പെർച്ചേസും നടക്കുമ്പോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. വലിയ ചൊറയൊന്നുമില്ല. അപ്പൊ ഇതിപ്പോ 4 അത്രയല്ലേ വരൂലോ? അത്രേ വരും. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളോട് ക്ലോസിംഗ് ഇൻവെന്ററി ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇത് മൊത്തം ചെയ്തേ പറ്റും. എന്തായാലും നിങ്ങൾക്ക് പേപ്പർ കിട്ടും. ഇതെന്തായാലും വേണം. ഫൈനൽ ആൻസർ ഇതാ. നിങ്ങളോട് ഫൈനൽ ആൻസർ എന്തും ചോദിക്കാം. ചിലപ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി ആയിരിക്കും ചോദിക്കുക. ചിലപ്പോൾ SOPL ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും ചോദിക്കുക. ഇറ്റ് ഡിപ്പെൻസ്. എല്ലാം എഴുതാൻ പറ്റണം. SOPL നമ്മൾ എന്താ ചെയ്യാ? റവന്യൂ എത്രയാ? 60.93. 7 into 10.
70. പിന്നെ COS എന്താ ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയാ 5 3.5. into 3.5 17.5. ഉം. പിന്നെ purchases എത്രയായിരുന്നു മുമ്പേ കണ്ടുപിടിച്ചത് 72.5. 72.5. ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാ 60.93. 60.93. ടെക്സ്റ്റിലെ ബാക്കിലെ ആൻസർ ആയിട്ട് ചെറിയ എന്തെല്ലോ ഡിഫറൻസ് ഉണ്ടാവും, അതായത് ഡെസിമൽ പോയിന്റ്സ്. ആൻസർ സെയിം ആയിരിക്കും. എന്താ എത്ര കിട്ടുന്നത് വേഗം എത്ര കിട്ടാം 17.5 പ്ലസ് 72.5 മൈനസ് 60.93 29.07. ഗ്രോസ് പ്രോഫിറ്റ് എത്ര 40.93. 40.93. ഓക്കെ ഓക്കെ അല്ലേ? ഞാൻ ചെയ്യാൻ ടൈം തരാം, അതിന് മുന്നേ ചെറിയൊരു തിയറി പോർഷൻ ഉണ്ട്, അതും കൂടി കഴിയട്ടെ. ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 9 ഹോംവർക്ക് ആണ്. ആ കോപ്പി ചെയ്തോ, ഒറ്റ സെക്കൻഡ്. ചെറിയൊരു പോർഷൻ ഉണ്ട്. ഇപ്പൊ വന്നാലും മുമ്പേ എടുത്തത് SSC. ആ ഓള് എടുത്തിട്ട് പിന്നെന്തിനാ പോയി ഡിഗ്രിക്ക് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതാ. എത്ര പേപ്പർ എഴുതിനെ? ഓള് F2ഉം F4 F1 F1 F2 F4 ഇവിടെ ടോണിസറിന്റെ റെക്കോർഡഡ് ക്ലാസ് ആണ്. പക്ഷെ നമുക്കാ ഓക്കെ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഇന്നലെ എന്ത് കണ്ട് ഇപ്പൊ നോക്കി നിങ്ങള് ഓരോ SOPLയുടെ വാല്യുവേഷൻ ചെയ്തപ്പോ എന്ത് മാറ്റമുണ്ട്? ഗ്രോസ് പ്രോഫിറ്റ് മാറുന്നുണ്ട് അല്ലെ? നോക്കിയേ, ഫസ്റ്റ് 44.5, പിന്നെ 38.5, പിന്നെ ലാസ്റ്റ് കിട്ടിയ എത്രയാണ് 40.93 അല്ലെ? സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻവെന്ററി വാല്യുവേഷൻ എന്ത് മാറും? നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് മാറും. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻവെന്ററി വാല്യുവേഷൻ വേറൊരു എഫക്റ്റും കൂടി ഉണ്ട്. ഇൻവെന്ററി അസറ്റ്സിന്റെ വാല്യൂ ഉണ്ടാവില്ല, അതായത് ക്ലോസിംഗ് ഇൻവെന്ററി SOFPയിലേക്കാണ് പോവുക അല്ലെ? ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ എടുക്കുക ബാലൻസ് ഷീറ്റിലേക്കാണ്, അതായത് കമ്പനിയുടെ എത്ര അസറ്റ്സ് ലയബിലിറ്റീസ് ബാക്കിയുണ്ട് എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇൻവെന്ററി എന്ന് പറയുന്നത് അസറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ലോസിംഗ് ഇൻവെന്ററി അസറ്റിലോട്ട് പോകും. മനസ്സിലായോ? ഓക്കെ അല്ലേ? റെക്കോർഡിംഗ് കണ്ടതിനെ തിരിയും. ഒന്നും കൂടി പറയാം. ഇവിടെ ഇൻവെന്ററി എവിടത്തേക്ക് അൾട്ടിമേറ്റ്ലി പോവാം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ, അതായത് കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിൽ കമ്പനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, കമ്പനിക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഇതൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റിലേക്കാണ് പോവാ അല്ലെ? അപ്പൊ ഇൻവെന്ററി എന്ത് ചെയ്യും? ഇൻവെന്ററിന്റെ എമൗണ്ട് അവിടെയും കൂടി ഇമ്പാക്ട് ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യുവേഷൻ. കാരണം ഡിപ്പെൻഡിങ് അപ്പോൺ ദി വാല്യുവേഷൻ എന്ത് മാറും? ക്ലോസിംഗ് ഇൻവെന്ററി മാറും, ഗ്രോസ് പ്രോഫിറ്റ് മാറും അല്ലെ? ഇത് രണ്ടും മാറുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് എന്ത് ചെയ്യും? ഡയറക്ട്ലി എഫക്ട് ചെയ്യും. നീ ഇന്നലെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടിട്ടില്ല, അതിൽ FS എന്താണെന്നല്ലോ ഇല്ലേ? ഓക്കെ, അപ്പൊ FSനെ എന്ത് ചെയ്യും? എഫക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇൻവെന്ററി ഓവർ വാല്യൂഡ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? SOFPയില് അസറ്റ്സിൽ എന്ത് ചെയ്യും? ഇൻവെന്ററിയുടെ വാല്യൂ കൂടും. അപ്പൊ അസറ്റ്സ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇപ്പം പറയണം. കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ പ്രോഫിറ്റ് എന്താവും? ഓവർ സ്റ്റേറ്റഡ് ആവും. മനസ്സിലായ? എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ഓവർ സ്റ്റേറ്റഡ് ആകുന്നത് പറഞ്ഞത്? ക്ലോസിംഗ് ഇൻവെന്ററി കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയും. ലോജിക് മനസ്സിലാകുന്നുണ്ടോ? ആ, റവന്യൂവിന്റെ സൈഡ് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറയും. സി, ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി ആണെന്നുണ്ട് COS. അതറിയാലോ. ഈ കേസില് ക്ലോസിംഗ് COSനെ കുറക്കുന്ന ഒറ്റ കാര്യം എന്താണ്? ഇതാണ്. COSനെ ടോട്ടലി കുറക്കുന്നത് ആരാണ്? ക്ലോസിംഗ് ഇൻവെന്ററി ആണ്. അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി കൂടിക്കഴിഞ്ഞാൽ COS കുറയും. COS കുറഞ്ഞതിന് എന്താ ഉണ്ടാവുക? ഗ്രോസ് പ്രോഫിറ്റ് കൂടും അല്ലെ? അപ്പം ക്ലോസിംഗ് ഇൻവെന്ററിനെ ഓവർ സ്റ്റേറ്റ് ചെയ്താൽ എന്തും സംഭവിക്കും? സ്റ്റേറ്റ്മെന്റ് ഓഫ് SOP അല്ലെങ്കിൽ SOPL എന്ത് ചെയ്യും? പ്രോഫിറ്റിനെ ഓവർ സ്റ്റേറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി അണ്ടർ വാല്യൂഡ് ആണെങ്കിലോ SOFPയിലെ അസറ്റ്സ് എന്താവും? അണ്ടർ വാല്യുവേഷൻ നടക്കും. ഓക്കെ, അതേപോലെ തന്നെ SOPL ഗ്രോസ് പ്രോഫിറ്റ് എന്താവും? അണ്ടർ വാല്യൂഡ് ആവും. അണ്ടർസ്റ്റുഡ്? അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റഡ് ആവും.
ക്ലിയർ. ഓവർ വാല്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ സ്റ്റേറ്റഡ് ആവും, അണ്ടർ വാല്യൂ ചെയ്താൽ എന്താവും, അണ്ടർ സ്റ്റേറ്റഡ് ആവും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മള് എപ്പോഴും ഇൻവെന്ററി നമ്മൾ റെക്കോർഡ് ചെയ്യുക ഇയർ എൻഡിലാണ്. ഓക്കെ. അപ്പൊ പൊതുവേ സംഭവിക്കുന്നത് എന്താണ്, പീരിയോഡിക് മെത്തേഡ് ആണ് പൊതുവെ എല്ലായിടത്തും സംഭവിക്കുക. ഓക്കെ. ഇനി ചില ഗുഡ്സിന്റെ എമൗണ്ട് ഇടക്കിടെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഗുഡ്സ് ഇടക്കിടെ എന്ത് ചെയ്യും, ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അതിന്റെ എമൗണ്ട് കൂടിയും കുറയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടിന്യൂസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് മെത്തേഡ് വേണ്ടി വരും. അതായത് ഇടക്കിടെ ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് എമൗണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ക്ലിയർ അല്ലേ? സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻഡസ്ട്രി എന്ത് മാറും, നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് മാറും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി കണ്ടിന്യൂസ് ഇൻവെന്ററിന്റെ അഡ്വാൻറ്റേജസ് എന്താ? ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി കൺട്രോളിന് ബെറ്റർ ഇൻഫർമേഷൻ കിട്ടും. അതായത് വാല്യൂ ഉള്ളത് പോലെ ആയിരിക്കും അവിടെ ഉണ്ടാവാം. എത്രക്കാണോ മേടിച്ചത് ഇപ്പൊ എത്ര നിലവിൽ ഉണ്ടാവും എന്നുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. രണ്ടാമത്തത് എന്താണ്, ഓവർ സ്റ്റോക്കോ അണ്ടർ സ്റ്റോക്കോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം. കാരണം ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്വാണ്ടിറ്റി നമ്മൾ മെജർ ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത് കുത്തിയിരിക്കുന്നത് അതും പഠിക്കണ്ട എന്നുള്ള രീതിയിലാണ്, അത് വായിച്ചാൽ നിങ്ങൾക്കൊന്നും തിരിയില്ല. മൂന്നാമത്തത് എന്താണ്, നമുക്ക് ഇയർ എൻഡിൽ നമ്മൾ ഇൻവെന്ററി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട, ഫസ്റ്റ് മുതലേ കാൽക്കുലേറ്റ് ചെയ്യണം. പകരം എന്ത് ചെയ്താൽ മതി, ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത മുതൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതിനൊരു വേർഡ് ഉണ്ട്, ആ വേർഡിന്റെ പേരാണ് പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട്. എന്താ പറയാ, പെർപെച്വൽ ഇൻവെന്ററി കൗണ്ട്. ഓക്കെ. ഇനി പീരിയഡ് ഇൻ ഇൻവെന്ററിന്റെ മെറിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ കൊല്ലത്തിൽ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒന്ന് കോസ്റ്റ് സേവ് ചെയ്യാം അല്ലെ, ഇടയ്ക്കിടെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഒഴിവാക്കാം. രണ്ടാമത്തത് എന്താണ്, നമ്മൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റൊരു പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ. ചാപ്റ്റർ തീർന്നേ, വേഗം ഇത് കാൽക്കുലേറ്റ് ചെയ്തോ. ഇത് ഞാൻ പ്രിന്റ് ചെയ്തിട്ട് അയച്ചതാ, ഇപ്പം തന്നെ ചെയ്തിട്ടേ വിടുള്ളൂ. സംഭവം മനസ്സിലായില്ലേ? ഇന്നത്തെ ഡേറ്റ് എന്താ, ഡേറ്റ് പറ. 18 അല്ലേ? ജൂലൈ. ഇപ്പൊ നമ്മള് നേരത്തെ ക്വസ്റ്റ്യനില് ക്ലോസിംഗ് ഇൻവെന്ററി മാത്രം കാണാനല്ല പറഞ്ഞേ, SOP കാണാൻ പറഞ്ഞാ. രണ്ടാമത്തത് അതാണ്, ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാണുമോ ഒന്നും തിരിയുന്നില്ല കേട്ടാ. അതൊക്കെ അങ്ങനെ തന്നെ, നിങ്ങള് ഫസ്റ്റ് ആയിട്ട് വരുന്നല്ലേ, കണ്ട് പ്രാക്ടീസ് ആണ്. ഇനി കിട്ടിയില്ലേ? എടാ അതിന്റെ ശരിയായ ക്വസ്റ്റ്യൻ ഇവിടെയുള്ള, അതിന്റെ ശരിയായ ക്വസ്റ്റ്യനും കൂടി ഞാൻ അയക്കാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണല്ലോ. അതില് ജസ്റ്റ് പകുതിയേ ഉള്ളൂ. ഹോംവർക്ക് ഉണ്ടേ. ടെസ്റ്റ് യു അണ്ടർസ്റ്റാൻഡിങ് 9 ഹോംവർക്ക് ആണേ. ആരുടെ പോയിരിക്കുന്നു.